അപ്പം ഞാൻ നേരത്തെ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ച പോലെ നല്ല മലയാള സിനിമകൾ ശരിക്കും പ്രത്യേകിച്ച് പോലീസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ മാർട്ടിൻ ആണെങ്കിലും ഷാഹി ആണെങ്കിലും ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന റോബി ആണെങ്കിലും എല്ലാം. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഇപ്പം മാർട്ടിൻ്റെ കൂടെ തന്നെ ഒരുപാട് നാൾ സംവിധാന സഹായിയായിരുന്ന ജിത്തുവും കൂടെ ചേരുമ്പോൾ എന്ത് രീതിയിലാണ് ഈ ഒരു പോലീസ് സിനിമ വ്യത്യസ്തമാവുക എന്നുള്ളത് അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും കൂടെ എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഥ കേട്ടതിന് ശേഷവും അത് നമ്മളെ ഷൂട്ടിങ്ങിന്റെ സമയങ്ങളിലാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും അത് എത്രത്തോളം അത് ഡിഫറെൻ്റ് ആയിട്ട് വരും എന്നറിയാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ട് വരും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഈ ടീമിലുണ്ടായിരുന്ന അഭിനയിക്കുന്നവരാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏത് രീതിയിലാണോ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട്, ആ ഒരു സ്വീകാര്യത പ്രേക്ഷകർ തന്നതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. എല്ലായിടത്തുനിന്നും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട്. കാരണം വളരെയധികം എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എഫേർട്ടിൻ്റെ കാര്യം എപ്പോഴും പറയുകയാണെങ്കിൽ പോലും അത് മാത്രമല്ല, അത് ഏതറ്റം വരെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രേക്ഷകർ എൻ്റർടൈൻ ചെയ്യിക്കുമെന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തിയേറ്ററിലേക്ക് തന്നെ വന്ന പ്രേക്ഷകർ കാണണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ, ആ ഒരു എഫേർട്ടും ആ ഒരു സമയവും ആ ഒരു ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത, ക്വാളിറ്റിക്ക് വേണ്ടി യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പ്രൊഡക്ഷൻ ബാനറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സ്വീകാര്യത ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു സ്വീകാര്യതയും ഒരു അപ്രീസിയേഷനുമാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളോട് എല്ലാവരോടും പ്രേക്ഷകരോട് പ്രത്യേകിച്ചും നന്ദി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ഡിസേർവ് ചെയ്ത ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അഭിപ്രായം കേട്ടിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. അപ്പം ശരിക്കും എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പം ഡയറക്ഷൻ്റെ കാര്യമാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ കാര്യം, അതിൽ ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും അതെല്ലാം ഭംഗിയായിട്ട് വന്നു എന്നുള്ളൊരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു സിനിമ ഏതൊക്കെ രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാരണം. അപ്പോൾ മറ്റ് പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും CI ഹരിശങ്കർ ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഘടകങ്ങളാണ്. അപ്പം അതിന് ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചതിനും ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ മുന്നിലും പിന്നിലും കൂടെ നിന്ന് എല്ലാവരോടും ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. Thank you so much. Over to Jithu Chavan, captain of the ship, putting all things together. എങ്ങനെയുണ്ടാണ് ഈ എക്സ്പീരിയൻസ്? ഇപ്പോൾ ഫസ്റ്റ് മൂവിയുടെ റെസ്പോൺസ് എങ്ങനെയാണ്? പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലായിടത്തും കേൾക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ചോദ്യം ചോദിച്ചാൽ ഓക്കെ, എങ്ങനെയുണ്ട് റെസ്പോൺസ്? റെസ്പോൺസ് പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലായിടത്തും കേൾക്കുന്നത്. അതുകൊണ്ട് ഹാപ്പിയാണ്. ഓക്കെ, ഇനി ഈ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, സ്പെഷ്യലി ചാക്കോച്ചനെ ഡയറക്ട് ചെയ്യാനുള്ളത്? അത് ചാക്കോച്ചിൻ്റെ അടുത്ത് ചോദിച്ചായിരിക്കുന്നത്. അല്ല, ജിത്തുവിന് വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടെങ്കിലും ചുരുക്കം ചില സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ ഓർഡിനറിയിൽ ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞിട്ടാണ് നായാട്ട് എന്നുള്ള സിനിമയിൽ ജിത്തു അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഒരു സിനിമ ചെയ്യണം. നായാട്ടിന് ശേഷം ഒരു ഷാഹിയുടെ സ്ക്രിപ്റ്റിങ്ങിൽ ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ മാർട്ടിനും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും കൂടെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയും കഥാപാത്രവും വ്യത്യസ്തമാകും എന്നുള്ളൊരു വാശി, എന്നെക്കാളും കൂടുതൽ വേണമെന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആഗ്രഹം അവർക്ക് എന്നെക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം അതിൻ്റെ ഒരു ആകത്തുകയായിട്ടാണ് ഹരിശങ്കറും ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിൽ ജിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് നേടിയെടുക്കാൻ വേണ്ടി അത് ആ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് ഒടുക്കത്തെ ക്ഷമയുള്ള ഒരാളാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗതനായിട്ടുള്ള ആളെന്നുള്ളൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവിടെ നിന്നും എങ്ങനത്തെ രീതിയിലുള്ള ഔട്ട്പുട്ട് വേണമെന്നുള്ളത് അവരോട് ചെന്ന് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കി എത്ര ടേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയുക ഒരു ഡ്രൈവും ജിത്തുവിനുണ്ടായിരുന്നു.
അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിതൊരു ഒരു ക്രൈം ഡ്രാമ എന്നുള്ളൊരു ജെൻസിലാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ത്രില്ലർ ഫാക്ടേഴ്സും സപ്പോർട്ടിങ് ഘടകങ്ങളാണ് എന്നതുള്ളേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊരു ക്രൈം ഡ്രാമ, കുറച്ചുകൂടി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ പോലീസ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും കൂടെ ബാധകമാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം ഈ ഒരു 2 മാസ കാലയളവിനുള്ളിൽ തന്നെ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നതാണ്. ഇപ്പം ജയിലിൽ നിന്നും പരോൾ ഇറങ്ങി വന്ന് അയൽവാസി കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ അച്ഛൻ മകനെ കൊല്ലുക, മകൻ അച്ഛനെ കൊല്ലുക, അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മൂല കാരണം എന്താണ് എന്നുള്ളതും അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു പ്രീച്ചിങ് രീതിയിലല്ല, കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഹരിശങ്കറിന്റെ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, അയാളൊരു അച്ഛനും കൂടെയാണ് എന്ന് പറയുന്ന ഒരു സംഭാഷണം കൂടി ഈ സിനിമയിലുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഈ സിനിമയിൽ ആപ്റ്റ് ആണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളെല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്കും അതിന്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇമോഷനും അതേപോലെ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷണലി ഡ്രിവൺ ആയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നുള്ള പല കാര്യങ്ങളിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ ഈ സിനിമയെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി മീഡിയ വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കി ക്രൂ ആൻഡ് ബാക്കി ഞാൻ മൈക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചോളൂ. ഷാനിക, ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ വ്യക്തികൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത് നമുക്ക് വല്ലാത്ത രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തൊരു സബ്ജക്റ്റ്. ഈ ഒരു സബ്ജക്റ്റിലേക്ക് കിടന്നപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു അനുഭവം നമ്മൾ കണ്ടുപിടിച്ചു. അല്ല, അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈ സബ്ജക്റ്റിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയാണ് ഷാനിക? ഇത് ഈ സിനിമയുടെ തുടക്കം ഞാൻ കോട്ടയത്തോട്ട് പോകുന്ന സമയത്ത് മണിഞ്ഞണ്ണ ജസ്റ്റ് കണ്ടു. ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മണിഞ്ഞണ്ണത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. മണിഞ്ഞണ്ണാണ് പറയുന്നത്, എടാ നമുക്കിത് ജിത്തുവിനെ കൊണ്ട് ചെയ്യിക്കാം, പ്രൊഡ്യൂസ് ചെയ്യാം, മണിഞ്ഞണ്ണ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ജിത്തു സാറുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള സിനിമകളെല്ലാം നിങ്ങൾക്ക് അറിയാം, എല്ലവിടെ പുഞ്ചരേണെന്ന് അയാളുടെ ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ജിത്തു സാറിന് കൃത്യമായി ആവശ്യം ഒരു കൊമേഴ്സ്യൽ എല്ലാത്തരം ആൾക്കാർക്കും കാണുന്ന ഒരു സിനിമയാവണം, എല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തത്. കാരണം അത്തരം കാര്യങ്ങൾ വരുമ്പോഴേ സിനിമ പലപ്പോഴും എല്ലാ സമൂഹത്തിലും കണക്റ്റ് ആവത്തുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുവന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരി ഒരു സിനിമ കണ്ടിരുന്നു. അപ്പം അവർ റിവ്യൂ പറയുന്നതിന് മുമ്പ് എന്നോട് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പെൺമക്കളുള്ള എല്ലാ അമ്മമാരും അവരെയും കൂട്ടി സിനിമ കാണണമെന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരിക്കലും അങ്ങനെ കരുതിയില്ല. അവരത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ഇത് വലിയൊരു യാത്ര തന്നെയായിരുന്നു. പറഞ്ഞിട്ട് വലിയൊരു യാത്ര കോട്ടയത്ത് യാത്ര ചെയ്യണം. പക്ഷെ ഇതിലേക്ക് എത്താൻ വേണ്ടി പിന്നെയും കുറേ യാത്ര ചെയ്യേണ്ടത്. എത്താൻ വേണ്ടി ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. മണിപ്പാല്, ബാംഗ്ലൂർ, മൈസൂർ. കാരണം ഈ കേരളത്തിന് വെളിയിൽ പോകാത്ത ആളാണ് ഞാൻ. അപ്പം ഇങ്ങനൊരു കഥ പറയണമെങ്കിൽ എനിക്ക് ആ സ്ഥലങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് രഞ്ജിത് നായർ, ആദ്യത്തെ പോക്ക് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറായ രഞ്ജിത് നായർ ഞാൻ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ കുറേ അത്തരം കാര്യങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് അതിലോട്ട് വന്നത്. പിന്നെ ജിത്തു സാർ ഞാനും കൂടെ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. മണിപ്പാലൊക്കെ അങ്ങനെയുള്ള കുറേ കുട്ടികളെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇതിലോട്ട് എത്തുന്നത്. നോർമലി ഒരു പോലീസ് നായാട്ടിലായാലും ഇതിലായാലും ഒക്കെ നമ്മൾ കാണുമ്പോൾ പോലീസുകാരുടെ വേറൊരു വേഷം കാണുന്നുണ്ട്. അപ്പം ശരിക്കും അതാണോ ഇങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ, ഇങ്ങനത്തെ സ്റ്റോറികൾ ചെയ്യാൻ പോലീസുകാരുടെ മറുവശം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ഷെയ്ഡ്സും കാണിക്കുന്നുണ്ടല്ലോ? ഇല്ല, അങ്ങനൊന്നും ചിന്തകളൊന്നുമില്ല. ഇപ്പൊ നായാട്ടെന്ന് പറയുന്ന സിനിമയിലാണ് കൃത്യമായി ഒരു പോലീസിന്റെ വശം പറയണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമ. ബാക്കി ജോസഫാണല്ലോ എല്ലവടൊപ്പം ചെറിയാണെങ്കിലും ഈ സിനിമയാണെങ്കിലും അങ്ങനെ ഒരു പോലീസ് വശമൊന്നുമല്ല. പക്ഷെ ഇതൊരു എപ്പോഴും എൻ്റെ സിനിമകൾ ഞാൻ തന്നെ തിരിച്ചു നോക്കിയാൽ കാണുന്നത് ഒരു ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. അവിടെ ഇവിടെ ഹരിശങ്കറുണ്ട്. ഹരിശങ്കർ ബാക്കി എല്ലാ കഥാപാത്രത്തെക്കാളും എനിക്ക് കുറെ കൂടെ പ്രിയപ്പെട്ടതാണ്. കാരണം ചാക്കോച്ചൻ ഫസ്റ്റ് ഡേ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ, ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം
ഞാൻ ആ സെറ്റിൽ പിന്നെ പോയിട്ടില്ല. ഓക്കെ എന്നൊരു ഫീൽ അന്ന് കിട്ടി. പിന്നെ ആ സെറ്റിലോട്ട് പോയിട്ടില്ല, ഞാൻ ഒരിക്കൽ സിനിമ ചെയ്യാൻ പോയതാണ്. പക്ഷെ അത് അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടും. ഇനിഷ്യൽ ഒരു 3 ദിവസം കിട്ടും. അത് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഇപ്പൊ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും പറഞ്ഞ 5-ാം പാതിരെ വെല്ലുന്ന ഒരു കഥയാണ് ഇത്. കണ്ടിറങ്ങുമ്പോൾ തന്നെ കറക്റ്റ് മീറ്റർ ചാക്കോച്ചൻ എന്നൊരു ആക്ടർ ഇത്രയും ഗംഭീരമായി പെർഫോം ചെയ്ത ഒരു സിനിമ വേറെ ഉണ്ടോ? ഈയിടെ കണ്ടത് വെച്ചിട്ട് ഏറ്റവും മികച്ച സിനിമ എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി എന്തൊരു പ്രിപ്പറേഷൻസ് ഉണ്ട്? ഇതിനെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നു. അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എത്രത്തോളം മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ഭ്രമിപ്പിക്കാറുണ്ട്. ആ കഥാപാത്രമാകാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അന്വേഷണവും ഒരു പഠനവും അതിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. ഷാഹി നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ യാത്ര ചെയ്ത് വേറൊരു രീതിയിലായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹരിശങ്കറിൻ്റെ ഒരു ഇമോഷണൽ ട്രാവലിംഗ് കൂടെ ഈ സിനിമയിലുണ്ട്. അപ്പം ഇയാളുടെ ഇമോഷണൽ ഒരു പാറ്റേൺ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് 1-2 സൈക്കാട്രിസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിസിക്കലിയും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരിശങ്കർ. അപ്പം അതിനുവേണ്ടി അതിനുള്ള റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ഇപ്പം പുറകെയിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ, അത് സംവിധായകനോടൊപ്പം അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനോടൊപ്പമുള്ള ആ യാത്രകളും സംഭാഷണങ്ങളുമെല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഡേ ആ ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നു, ആ പോലീസ് യൂണിഫോമിൽ വരുന്നു, നമ്മൾ പറയുന്ന ഡയലോഗുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷനിൽ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ്, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിയാതെയും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ്. കാരണം ഈ തരത്തിലെല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനാണ്. ആ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സംവിധായകനും തിരക്കഥാകൃത്തും ഉണ്ടെങ്കിൽ, ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങനെ നിന്നു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവും. ഓർഗാനിക്കായിട്ടുള്ളൊരു ഗ്രോത്തും ഒരു ഡെവലപ്മെൻറ്റും ഒരു ഇൻവോൾവ്മെൻറ്റും എല്ലാം ഈ കഥാപാത്രത്തിനുണ്ടായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ശരിക്കും ഞാനും അതിൽ അപ്പോൾ ആ ഇൻട്രോ സീൻ തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയിൽ. അപ്പോൾ ആ ഡയലോഗുകൾ പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകാന്ത് മുരളി ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഷോട്ട് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്ന് വളരെ പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡ്, ഒരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറിയാനും നമ്മളെ കഥാപാത്രങ്ങൾ മാറാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിർമ്മാതാക്കൾക്ക് ലാഭം ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ശരിക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ നിർമ്മാതാക്കൾക്ക് കൃത്യമായി ലാഭം കിട്ടുന്നില്ല, അത് സിനിമകൾ ഇച്ചിലൂടെ നല്ല ട്രാക്കിൽ പോകണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നല്ല സിനിമകൾ, ഓടുന്ന സിനിമകളൊക്കെ നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ 2020 പോലെയാണ്. ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ബാധിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഇപ്പോൾ പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ വരാം. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വേറെ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർട്ട് ചെയ്യാൻ നോക്കുക. പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ, ക്വാളിറ്റി സിനിമ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമാകും. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോക്ക് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കാര്യഗൗരവമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും, സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസ് ഓൺ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ച് കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസ് ഓൺ ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു.
എനിവേസ് താങ്ക് യു. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് ഒരു നമ്മൾ ഏത് രീതിയിലാണോ ഇത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് ആവുന്നു എന്നറിയുന്നതിന് ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന് ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ മുന്നിൽ പിന്നിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും അത് പോയി കാണുക. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ്. നേരത്തെ ചാക്കോച്ചൻ പറഞ്ഞോ പോലീസ് മനുഷ്യനാണ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പല കേസ് അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം സ്വന്തം വീട്ടിലുണ്ടാകുന്ന അനുഭവം പറയുന്ന പോലീസും ഒരു മനുഷ്യനാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് ചാക്കോച്ചൻ ആ ഡയലോഗ് പറയുന്ന സമയത്ത് ആ ഡയലോഗ് വായിക്കുന്ന സമയത്ത് ചാക്കോച്ചൻ്റെ സ്വയം ഉണ്ടാകുന്ന ഒരു ഫീൽ എന്തായിരുന്നു? എനിക്ക് വളരെ അടുത്തുള്ള പോലീസ് സുഹൃത്തുക്കളുണ്ട്. അപ്പം അവർ ഈ പറഞ്ഞ പോലെ ഇതൊരു ഗവൺമെൻറ് ജോബ് പോലെ എന്താ പറയുക, ഒരു 9 to 5 ജോബ് എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല. 24/7 അവർ ഓണാണ്, അല്ലെങ്കിൽ അവർ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനുള്ള ഡ്യൂട്ടി പോലും മറന്ന് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അത് എത്രത്തോളം ഇവരുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നേരിട്ട് അറിയാവുന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പം ഷാഹിൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ബിഗിനിങ് സീക്വൻസുകളും പിന്നെ ഇയാൾ പോകുന്ന കുറച്ച് ഇമോഷണൽ യാത്രകളുമെല്ലാം ഒരു പരിധിവരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വങ്ങളിലൂടെ, പോലീസ് സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാക്കി ഇടുന്നവനെ പേടിയോടെ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല വേണ്ടത്. അവരോടൊരു പരിഗണനയും കൂടെ വേണ്ടുന്ന ഒരു സമൂഹം കൂടിയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരും മനുഷ്യരാണ്. ഈ പറഞ്ഞ പോലെ അവർക്കും ഒരു കുടുംബമുണ്ട്. അയാൾ ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനാണ്, ഒരു മകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് സമൂഹത്തിന് പല തിന്മകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ പോരാടാൻ ഇറങ്ങുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പല ആൾക്കാരെയും പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടായിരിക്കും ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത്. സോ വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്. അപ്പോൾ ആ ഒരു കാര്യവും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചാക്കോച്ചന് നല്ല ഇടി കൊടുക്കും, ചാക്കോച്ചന് നല്ല ഇടി വാങ്ങുകയും ചെയ്ത ഒരു ഗ്യാങ് ഇവിടെ ഉണ്ട്, വില്ലൻ ഗ്യാങ്. ഞാൻ അവരെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദം അവരുടെ ഫസ്റ്റ് മൂവിയാണ്. സോ really fun. It was an 8 team and I really liked working with them. It was super funny. And overall, yeah, I had a good experience. Over to you, Leah. Hi, എൻ്റെ ആദ്യത്തെ പാടാണ് and it was a great experience. I think I'm very grateful for Jittu sir for selecting me. എനിക്ക് വേണ്ടി അടിയുണ്ടാക്കി തന്നതാണ് Jittu sir, so I'm very grateful for that. Also, working with Chakochan, working with this team, this is more than anything that I could have asked for. Thank you. നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇവിടെ പറയാനുള്ളത് ഏറ്റവും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക തന്നെയാണ് ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത്. സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതൊരു നല്ല ബ്രേക്ക് തന്നെയാണ്. സോ മൂവിയുടെ റെസ്പോൺസ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ആൻഡ് ഇത്രയും നാളും ഞാൻ കണ്ടു വളർന്നിരുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുക എന്ന് തന്നെ ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിപ്പോൾ മാർട്ടിൻ സാർ ആണെങ്കിലും സാറിൻ്റെ മൂവീസ് കണ്ടു വളർന്ന ആൾക്കാരാണ്. ഷാഹിക, ചാക്കോച്ചൻ സ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല. പ്രിയമണി മാം ആണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും ഇവൻ വിഷാദ് ആണെങ്കിലും ഇവരുടെയൊക്കെ മൂവീസ് കണ്ടു വന്ന ആൾ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്നത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആൻഡ് അതിലേറ്റവും ഉപരി ജിത്തു സാറിനെ പറ്റി തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ്. എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും ഇവിടുന്ന് അതിൻ്റെ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാസ്റ്റ്, നല്ലൊരു ക്രൂ, എല്ലാവരും ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെ ആയിരിക്കണം നമ്മുടെ മൂവിയുടെ സക്സസ്. സോ താങ്ക് യു സോ മച്ച്. ഹായ്, എനിക്ക് തോന്നുന്നു ഇതൊരു ലോട്ടറി അടിച്ചൊരു ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒറ്റ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഇത്രയധികം ഡയറക്ടേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത്രയധികം പല പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി തോന്നുന്നു. അത് വളരെ ഒരു ലക്കി ഫാക്ടറാണ് ആക്ച്വലി. കാരണം ഒരു 3-4 months ഓഫ് ഷൂട്ട് ഉണ്ടായിരുന്നു ടോട്ടലി ഡിഫറെൻറ്റ് ടൈംസിൽ.
ആൻഡ് ഓൾമോസ്റ്റ് 6 months ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ ചെറിയ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയത്. സോ ഐ തിങ്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ താങ്ക്സ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. ഇതിൽ ഇങ്ങനൊരു ക്യാരക്ടർ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചതിന് ജിത്തു സാറിനോട് വളരെയധികം നന്ദിയുണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ ഹോപ്പ് വി ഡു എ ലോട്ട് മോർ തിങ്സ്. താങ്ക് യു. ഹലോ, ഞാൻ വില്ലനല്ല. ഇവിടെ ഇരുന്നത് കൊണ്ട് അടുത്തതിരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഉള്ളൂ. അപ്പം എന്തായാലും എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി നാളിന് ശേഷം എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒപ്പം മൂവി ലാലങ്ങളുടെ കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ മലയാളത്തിലൊരു ഏറ്റവും നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. കാരണം എനിക്ക് അതിൽ പേഴ്സണലി ഞാൻ എത്ര വലുതായാലും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ക്രൂവും അതുപോലെ തന്നെ ഒരു മൂവിയാണ്. എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ചാക്കോച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും പ്രിയ ചേച്ചി ആണെങ്കിലും ഷാഹിക, ജിത്തു ചേട്ടൻ, മാധു ചേട്ടൻ, എല്ലാവരും ഒരുപാട് സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. എനിക്ക് ഷൂട്ടിംഗ് ഡേറ്റ്സും ഭയങ്കര കുറച്ച് ദിവസം ഉള്ളായിരുന്നു. പക്ഷെ ഇത്രയും ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു എന്നുള്ളത് ഫിലിം കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാ റെസ്പോൺസുകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞാനും വില്ലനല്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു മിനി സ്ക്രീനിൽ വന്നിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വന്ന ആളാണ് ഞാൻ. അപ്പം ആ ഒരു ചേഞ്ചിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ല നല്ല സിനിമ സംവിധായകരുടെ കൂടെ അതേപോലെ നല്ല ടീമിൻ്റെ കൂടെയാണ്. റിസൾട്ടിൽ ഒരുപാട് സന്തോഷം. എക്സ്പീരിയൻസ് നല്ല കട്ടപ്പണിയാണ്. ഇവരോട് വർക്ക് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇവർ രണ്ടുപേരും സ്റ്റുഡിയോ വന്നിരുന്നാൽ ഒരു 5 സിനിമ ചെയ്യുന്നതാണ് എൻ്റെ വ്യക്തമാണ്. ഞങ്ങൾ കുറച്ച് ടൈം എടുത്തുള്ളൂ. പക്ഷേ എടുത്ത ടൈം നല്ല നല്ല ഡേ നൈറ്റ് പരിപാടിയായിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ചാലഞ്ചിങ് ക്രൂ, ഗംഭീര സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അപ്പം തന്നെ ഞാൻ ജിത്തുബായോട് ഇപ്പം 3 സിനിമയായിരുന്നു. ഞങ്ങൾ ജിത്തുബായ് ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ഒരു ഭ്രമം, രാജുവിൻ്റെ ഭ്രമത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇരട്ടയിലുണ്ട്. പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന പോകണം. അപ്പം മാർട്ടിൻ ചേട്ടൻ, എനിക്ക് ആ ടീം അതാ പറഞ്ഞത്, നമ്മളെ പുഷ് ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല റിസൾട്ടോട് വരും. സിനിമ ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സെക്കൻഡ് ഹാഫ് ട്രൈങ്, അത് ലാസ്റ്റ് മിനിറ്റ് ഒരു അവസാന ദിവസം വരെ ശരിക്കും ഞങ്ങൾ വർക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ട് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. മിക്സ് ടേബിളിൽ നമുക്ക് ഫൈനൽ മിക്സ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അടിക്കുന്നുള്ള ഏതാണ്ട് ഒരു കോളിലെത്തി. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. ചില സ്ഥലത്ത് ഒരു സൈലന്റ് ഇടുന്നുണ്ട്. അതോടൊപ്പം മോളിൽ നിന്ന് വീഴുന്ന മരക്കഷ്ണത്തിൽ വീഴുന്ന ആ ഒരു സൗണ്ടുകളുണ്ട്. അത് ഏത് രീതിക്കാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്? നമ്മൾ ഡിഫോൾട്ടുണ്ടല്ലോ, അത് സൗണ്ട് ഡിസൈനല്ലേ. ആ മ്യൂസിക് കൊണ്ടുവന്നിട്ട് അതെ, അതെപ്പോഴും ആ ഒരു ടെൻഷനിൽ വന്നിട്ട് നമ്മളത് നിർത്തുമ്പം, കാരണം അത്രയും ഒരു ഹൈ പ്രഷർ ആക്ഷൻ സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ബ്രീതർ വന്നിട്ടാണ് പിന്നീടാണ് നമ്മൾ ആ ഇമോഷണൽ ട്രാക്കിലോട്ട്, അയ്യോ ഇതൊന്നും കഥ പറയാൻ പാടില്ല. അപ്പം അങ്ങനത്തെ അത് സൗണ്ട് ഡിസൈൻ ഞങ്ങൾ ഫൈനൽ മിക്സിൽ ഇരിക്കുമ്പോൾ മാനേജറിനോട് ഡയറക്ടറുണ്ട് എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു ഡിസിഷനിൽ എടുക്കുന്നതാണ്. ഇതിപ്പോ എന്റെ കഥ മൊത്തം പറയേണ്ടി വരും. മൊത്തം പടം ഇത്തിരി ചാലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി. കാരണം വില്ലൻ ട്രാക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ഭയങ്കര ഇമോഷനും ഈ പറയുന്ന ഹെവി ഇന്റൻസ് സീൻസ്, ഇന്റർവ്യൂ, ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടക്കുകയാണല്ലോ. അപ്പം കറക്റ്റ് ഗൈഡൻസ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതാ നമുക്ക് ഭയങ്കര പണിയറിയാവുന്ന ഡയറക്ടേഴ്സും ആക്ടേഴ്സും കൂടെ ഉള്ളപ്പോൾ നമ്മുടെ പണി എളുപ്പമാണ്. അപ്പൊ അതിൽ നിന്ന് സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഈ ജോണർ ചെയ്ത് കുറച്ച് പരിചയമുണ്ട്, ത്രില്ലേഴ്സ്. അപ്പം ക്രാക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടിയിലുപരി ഇവർക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റിലോട് എത്താനാണ്. ത്രില്ലേഴ്സ് ചെയ്യാനുള്ള പാടാണ്. അത് ഡയറക്ടറും ഇവർ ഉദ്ദേശിച്ച കഥയിലോട്ട് അത് കണക്ട് ആവുന്നുണ്ടോ, കറക്റ്റ് യൂസ് ഓഫ് മ്യൂസിക് ആണോ, ഇന്റൻസ് പേസ് കൂടുന്നുണ്ടോ, അതിലോട്ടൊക്കെ എത്താനായിരുന്നു. അത് വലിയ ടെൻഷൻ ഇല്ലാത്ത, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നമൊന്നും അല്ല, പടം നന്നായിട്ട് വരുന്നതിന്റെ ഒരു സന്തോഷമാണ്. എനിക്ക് ഒരു ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അവിടെയും പറയുന്ന ഒരു ഫാദറിന്റെ ഒരു പെയിനാണ്, ഇവിടെ ഒരു ഫാദറിന്റെ പെയിനാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത്തരം കഥകളിലേക്ക് വരുന്നത്? അത് ഇരട്ടയിലുള്ള കുറെ ആൾക്കാർ ഇതിന്റെ ബാക്കിലുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം.
ഒക്കെ എന്നുള്ളതാണ്. സ്റ്റോറിയിലേക്ക് ഇപ്പോൾ ഷായി പറഞ്ഞില്ലേ, ഞാൻ ഷായി കൂടെ ഇതിനുണ്ട് വേറൊരു പടം ചെയ്യാനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. അനൗൺസ് ചെയ്തതാണ്, പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയി. അപ്പം ഞാൻ അതിലേക്കാണ് നായായിട്ട് പോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്പോഴും നമ്മളിങ്ങനെ സംസാരം നടക്കുന്നുണ്ട്, പുതിയൊരു പടം സംസാരം നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നിലും ലാൻഡ് ചെയ്തില്ല. അപ്പോൾ അപ്പോഴാണ് ഒരു ദിവസം രാത്രി മാറ്റി വിളിച്ച് പറയുന്നത്, ഷായി ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, താന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അതിനകത്ത് അതിപ്പം പടം കാണാത്തൊരു പ്രശ്നം, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. ആ ഒരു എലമെൻ്റാണ്, ഒരു ഫാദറിൻ്റെ ഒരു എലമെൻ്റാണ് ഭയങ്കരമായിട്ട് ബുക്കിങ് ആയത്. ആ ഒരു രീതിയിൽ നിന്നാണ് പെട്ടെന്ന് നമുക്ക് അതിനകത്ത് എനിക്ക് ഭയങ്കര ഞാൻ ഫാദറായ കാരണം എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഇതിൽ നിന്നാണ് നമ്മൾ പിടിച്ച് ഒരു ക്യാരക്ടറിലേക്ക് എത്തി. അവിടെ നിന്നാണ് പിന്നെ ഞാനും അന്ന് കൊറോണ സമയമായിരുന്നു. അപ്പം ഞാനും മാർട്ടിനും ഷായിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, പോലീസുകാരനായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ പോയി, ഞാനും മാർട്ടിനും ഷായിക്കൂടെ റിസോർട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്തു. അപ്പോഴാണ് ഈ ക്യാരക്ടർ സ്കെച്ചും പരിപാടിയൊക്കെ ഉണ്ടായത്. അപ്പം ഇത് ചാക്കോച്ചൻ ആ സമയം വരെ ചാക്കോച്ചൻ വേറൊരു പരിപാടിയിലൊക്കെയാണ് ചെയ്തു പോയിരുന്നത്. അപ്പം ചാക്കോച്ചനിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഷായി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സീൻ പറയും. അപ്പം നമുക്കെല്ലാം ആ ഇൻട്രൊഡക്ഷൻ സീൻ ഗംഭീരൊരു സീനായിരുന്നു. അത് വന്ന് അപ്പം തന്നെ ക്യാരക്ടറിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ അവിടെയാണ് ഞങ്ങൾ ആ പ്ലോട്ടിങ്ങിനെ പിടിച്ച് പോയത്. നമ്മളിപ്പം എല്ലാവരും സംസാരിച്ചു, ചില ക്യാരക്ടറിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് പ്രിയാമണി ചേച്ചി ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സിനിമ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫിസിക്കുള്ള ഒരു വില്ലനെ കാണുന്നത് കുറച്ച് അപൂർവമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ബോളിവുഡിലൊക്കെ ആയിരിക്കും അങ്ങനെ വരിക എന്നുള്ളത്. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫിസിക്കലി എടുത്ത പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഫിസിക്കലി അങ്ങനെ ഇതിനു വേണ്ടി ഒന്നും ചെയ്യില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഈ ആക്ഷൻ കൊറിയോഗ്രഫി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ളൊരു സാധനം. അതല്ലാണ്ട് അങ്ങനെ പിന്നെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും. പക്ഷെ അതല്ലാണ്ട് അങ്ങനെ ഇതിന് വേണ്ടി ജിമ്മിൽ പോയി മസ്റ്ററുണ്ടാക്കുകയൊന്നും ചെയ്തില്ല. അതിപ്പോൾ വേറെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ഇതിൽ ചെയ്യേണ്ടി വന്നില്ല താങ്ക്ഫുള്ളി. അപ്പോൾ പുതിയ ആളുകളുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ആക്ഷനിലാണെങ്കിലും പുതിയ ആളുകളുമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? നല്ല അടിയുമാണെങ്കിൽ അടി കൊടുക്കുന്നുണ്ട്, അതെങ്ങനെയുണ്ട്? നല്ലൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതിനു വേണ്ടിയുള്ള പ്രത്യേകിച്ച് ഉള്ള ആക്ഷൻ കൊറിയോഗ്രഫി റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റിയൽ ലൈഫ് ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ കാറ്റ് പറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ നമുക്ക് പണി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഫൈറ്റ് കൊറിയോഗ്രഫി എന്ന് ആൾക്കാർ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കൊരു മോൺസ്റ്ററി ഫൈറ്റും അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനായിട്ടുള്ള വേറൊരു റീസൺ ഓഫ് കോഴ്സ് അത് നല്ലൊരു ഫൈറ്റ് കൊറിയോഗ്രഫി എന്നതിനേക്കാൾ ഉപരി അതിനൊരു ഇമോഷണൽ ബാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് വേറൊരു തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ആ ഒരു ഫീല് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിലുണ്ടായിരുന്നത്. ഇപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകളെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ആന്റഗോണിസ്റ്റിന്റെ സൈഡ് അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റുകളുടെ സൈഡ് നോക്കുകയാണെങ്കിലും ഇവരിൽ ആരുടെ ഭാഗത്താണ് 100% ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. ചില സമയത്ത് നമുക്ക് ഹരിശങ്കറിനോട് ഇയാൾ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് തോന്നിപ്പോകാം. ചില സമയത്ത് മറ്റു ഈ വൈശാഖിന്റെ അവരുടെയും ചെയ്തികളിൽ അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവാം. അപ്പൊ അത് മാനുഷികമാണ്. കാരണം എല്ലാവരും 100% ക്ലീൻ അല്ല അല്ലെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ തെറ്റല്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പാത്ര സൃഷ്ടിയും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തികളും എല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% നിയമാനുസൃതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയെ ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും ഇത് ഒരു സാധാരണക്കാരന് പറ്റാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇമോഷണലി ഡ്രെയിൻ ആയിട്ടിരിക്കുന്ന ഒരാള് സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ ചാർജ്ഡ് അപ്പ് ആവും അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി ആർജവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ
നമുക്ക് ആ പാത്ര സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഒരു ഇമോഷണൽ ബാക്കിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ പുതിയ സിനിമ വരുമ്പോഴും ഈ കൊറിയോഗ്രാഫി ഇങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് മാറുന്നുണ്ടോ? കാരണം ചാക്കോ സിനിമ ചെയ്യുന്ന ഓരോ ഇത് വരുമ്പോഴും ഇപ്പോൾ പറഞ്ഞ പോലെ ആക്ഷൻ കൊറിയോഗ്രാഫി മാറിക്കൊണ്ടിരിക്കുക, മീൻസ് ട്രെൻഡിങ് ആവുകയാണ്. അപ്പം വിത്ത് ന്യൂ അല്ലെങ്കിൽ ന്യൂ ജെൻ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട്, ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം ആക്ടേഴ്സാണ് അതിലങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്തത്. അപ്പം അത് ചാലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം മലയാള സിനിമ ശരിക്കും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഡെയറിങ് ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ സ്പീക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന ധൈര്യമുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അതുതന്നെയാണ് ഏറ്റവും നല്ല സിനിമകൾ. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ ക്വാളിറ്റി വൈസ് നമുക്ക് സിനിമാ ലോകത്തിന് കൊടുക്കാൻ സാധിക്കും. അതിപ്പം മലയാളത്തിൽ നിന്നല്ല മറ്റു ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അത് അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ച് അത് അതേ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സംഭവിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പം അതിന് ക്വാളിറ്റിയെ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെല്ലാവരും മാറുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഓരോ കൊറിയോഗ്രാഫി. ഇപ്പം മറ്റൊരു സിനിമ കണ്ട ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഇപ്പം ഇതിലും ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കൊറിയോഗ്രാഫി അടുത്ത സിനിമകളിൽ സംഭവിക്കും. അപ്പോൾ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുമ്പോഴും അതിൻ്റെ മേളിൽ എങ്ങനെ അടുത്ത സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും, അതിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഉറപ്പായിട്ടും. ജാമ്യം ഒരു 6 മാസത്തിൽ കൂടുതലൊന്നും ഏത് കേസിനും അങ്ങനെ കിടക്കാറില്ല. നമുക്കറിയാം നല്ല ടിക്കറ്റോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാറുണ്ട്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രീതി തന്നെയാണ്. അത് കാരണം നമ്മളല്ലേ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ. അതങ്ങനെ അങ്ങനെ നമ്മൾ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു നമ്മൾ പറഞ്ഞില്ല ഒരു നീതിന്യായ വ്യവസ്ഥയാണ്. അവിടെ കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ തന്നെയാണ് അതിൻ്റെ മാറ്റർ. അത് ഈ ലോകത്ത് എവിടെ പോയാലും, നമ്മുടെ രാജ്യമൊന്നുമല്ല, ലോകത്ത് എവിടെ പോയാലും അവിടെ വരുന്ന കാര്യങ്ങൾ തന്നെ അവിടുത്തെ ആർഗ്യുമെന്റ്സ് ആണ് അതിൻ്റെ ഫൈനൽ. ഈ സിനിമ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു തിയേറ്ററിൽ വെച്ച് പറഞ്ഞു ഏത് പേരൻസ് കാണുന്നു, ഇപ്പോൾ ആൺകുട്ടികളുള്ള പേരൻസ് കാണുന്ന സിനിമയാണ്. രണ്ട് തട്ടിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇപ്പം പല കുട്ടികളും പല മേഖലയിൽ പഠിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളാണ് ജോലി ചെയ്യുന്നത്. ഈ പേരൻസിന് ഒരു ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും കോള് വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ സിനിമ കണ്ട ഫാമികൾ ഉണ്ടാകാം, ഇനി കാണാനുണ്ടാകാം, അങ്ങനെ മനസ്സിൽ അങ്ങനെ തോന്നിയ രസകരമായ ഒരു കാര്യം പറയാം. അതുപോട്ടെ, ആ ചോദ്യത്തിന് രണ്ടാമതോടെ ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തെ കാണാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായി ഓടിയൊന്ന് ഇദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു. എനിക്ക് ഏറ്റവും പോസിറ്റീവ് റെസ്പോൺസ് വന്നൊരു കാര്യമാണ്. പിന്നെ ഫാമിലി എന്താ ചോദിച്ചായിരുന്നു. പല മേഖലയിലുള്ള കുട്ടികൾ ചിലപ്പോൾ എറണാകുളത്ത് വന്ന് പഠിക്കുന്നു, ബാംഗ്ലൂര് അങ്ങനെ പഠിക്കുന്ന കുറെ പേരൻസിന് ഈ സിനിമ കണ്ടുകഴിയുമ്പോൾ അവർക്കൊരു എന്താണ് അവരുടെ മനസ്സിലാഴത്തിലല്ല, നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇനി യൂത്ത് ആണെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ മകനോടാണെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഡ്രഗ്സ് ഒഴിച്ചിട്ടുള്ള എന്തും ഓക്കെയാണ്, അതിൻ്റെ ഇഷ്ടങ്ങളാണത്. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം പോരെന്ന് പറയുന്നത്, കാരണം ഞാൻ പോലീസുകാരെന്നുള്ള രീതിയിൽ പല ജീവിതങ്ങളും പല വീടുകളിലും കയറി ഇറങ്ങിയിട്ടുള്ളതാണ്, പല സാഹചര്യങ്ങളും. അപ്പോൾ അത് ഭയങ്കര നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഇപ്പം നേരത്തെ ചോദിച്ച ചാക്കോച്ചനോട് ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്, എന്തുകൊണ്ടാണ് പോലീസുകാരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കെല്ലാം നമ്മളെല്ലാം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ട്രോമയുള്ള ആൾക്കാരായിരിക്കും. സെയിം സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾക്കൊക്കെ പറ്റും, നമുക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റും. ഞങ്ങൾ പോലീസുകാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ട്രോമയുള്ള സ്ഥലത്താണല്ലോ ഡ്യൂട്ടിയുടെ ഭാഗമായി പോയി നിൽക്കേണ്ടി വരും. ഇത് എത്രമാത്രം നമ്മളെ ഡിപ്രസ്ഡ് ആക്കുമെന്നുള്ളത് വെളിയിൽ ആർക്കും അറിയില്ല. കാരണം ഞങ്ങൾക്ക് അത് ചെയ്താൽ പറ്റും. ഇപ്പം രക്തം കണ്ട തലകറങ്ങുന്ന ആളാണ് ഞാൻ, സത്യമായിട്ട്. പക്ഷെ ഞാൻ എത്രയോ ആക്സിഡന്റ് സീനിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ട്രോമയാണ്. പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല.
ഇതാണ് ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെയാണ് നമ്മുടെ സിനിമയിലും ഏറെക്കുറെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഈ ടീമിൽ നിന്നുള്ള ഇതിന്റെ പ്രീവിയസ് മൂവീസ് ഇപ്പം ഇതൊക്കെയാണെങ്കിലും അതൊരു കൊമേഴ്ഷ്യൽ ലെവലിൽ കുറച്ച് സട്ടിലാണ്. പക്ഷെ ഇത് കൊമേഴ്ഷ്യലി ഭയങ്കര ലൗഡായിട്ടാണ് ഇത് പിന്നെ പ്രൊസെന്റ് ചെയ്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ഹിറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു പാറ്റേൺ ആ ഒരു ചേഞ്ച് വേണമെന്ന് ഒന്നുമില്ല. എൻ്റെ സംവിധായകൻ പറഞ്ഞത് എനിക്ക് നായാട്ടോ ഇലവിടാവുന്നതിന് ഇല വേണ്ട, ജനങ്ങൾ മൊത്തം കാണുന്ന ഒരു സിനിമ വേണമെന്ന്. ആ രീതിയിൽ കഥ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഇതായിരുന്നു അതിന്റെ വാസ്തവം. ജഗദീഷ് നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു മികച്ച സിനിമയാണ്, ഒപ്പം ചാക്കോച്ചന്റെ കരിയർ ബെസ്റ്റ് പ്രകടനവും കാണാം. ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞ കഥാപാത്രം സ്റ്റിൽ ചാക്കോച്ചന്റെ ശരീരത്തിന് മനസ്സിലൊക്കെ ഉണ്ടോ? ഇതിനൊരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാമോ? ഹരിശങ്കറിന്റെ കഥാപാത്രം അങ്ങനെ ശരീരത്തിൽ മനസ്സിലൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് അത് ആ നമ്മളെ ചെന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യങ്ങളും നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മളെ കഥാപാത്രമായിട്ട് നിർത്തുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഹരിശങ്കർ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയോട് കാണിച്ചാൽ മിക്കവാറും ഈ വേദിയിൽ ഞാൻ ഇരിക്കേണ്ടി വരത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഷേപ്പിലായിരിക്കും ഇരിക്കുക. പക്ഷെ ഓരോ വ്യത്യസ്തമായിട്ട് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് ക്രിയേറ്റേഴ്സ് നമുക്ക് ഇട്ട് തരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ ലഭിക്കുന്നത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് മാത്രമല്ല ഏതൊരു അഭിനേതാവിനും ഒരു എക്സൈറ്റിംഗ് ആയിട്ടൊരു ഫാക്ടറാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അഭിനേതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ എന്തായിരുന്നു അതിൻ്റെ കൂടെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ആഗ്രഹമുണ്ട്, ഇല്ലാതില്ല. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഇത് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നതനുസരിച്ചുള്ള രീതിയിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരണം എന്നുള്ളത് കൂടെ അറിയിക്കുകയാണ്. കാരണം ഒരു സോഷ്യൽ മെസ്സേജും കൂടെ ഉണ്ട്. അത് പക്ഷെ ഒരു കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പം ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പോലും ഇപ്പം ജഗദീഷ് ചേട്ടൻ എന്നെ പറ്റി പറയുന്ന പോലെ ജഗദീഷ് ചേട്ടനെ നമ്മളറിയാം ഈ കുറച്ച് നാളുകളായിട്ട് വേറൊരു വേർഷൻ ഓഫ് ജഗദീഷ് ചേട്ടൻ, ഒരു റീഇൻവെന്റഡ് ജഗദീഷ് എന്നൊരു ആക്ടറിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇത് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിൽ കുറേയധികം കഥാപാത്രങ്ങൾ, വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളുമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതുവരെ അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങനത്തെ രീതിയിൽ ഒരു ഫ്രെയിമിൽ വന്ന് അഭിനയിക്കാത്ത രീതിയിലുള്ള സീക്വൻസുകളും ഡയലോഗുകളും ഒക്കെയാണ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആക്ടറിന്റെ എവല്യൂഷന്റെ ഭാഗമായിട്ടും ആ പ്രോസസ്സിൽ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയുന്നൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയാമണി ഒരുപാട് നാളുകൾക്ക് ശേഷം വേറൊരു ശക്തമായ കഥാപാത്രമായിട്ട് ഗീത എന്നൊരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു വീട്ടമ്മമാരുടെ ഒരു വൺ ഓഫ് റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. മാറി വരുന്ന സ്ത്രീകളുടെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു, ബോൾഡ് ആകുന്നു, ഇമോഷണലി ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെക്കാളും അതായത് ഭർത്താവിനേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസും അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഒരു നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വിധത്തിലുള്ള എല്ലാ ക്യാരക്ടർ ഷെയ്ഡ്സും ചെയ്യാൻ സാധിച്ചു. അതുപോലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ഇപ്പൊ ചെയ്തു. ഡാർക്ക് ഷെയ്ഡാണ് ഇപ്പൊ കുറച്ചധികമായിട്ട് വരുന്നത്. അപ്പൊ ഇനി മാറി വേറൊരു വെറൈറ്റി അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു തരത്തിലുള്ള കഥാപാത്രം ചെയ്യണമെന്നാണെങ്കിൽ എന്തായിട്ട് അറിയില്ല. ഈ ഒരു ജേണി ഉണ്ടല്ലോ, ഈ ഒരു പറഞ്ഞ ഈ ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ, ഡാർക്ക് അല്ല എന്നാൽ ട്രഡീഷണലി ഗുഡ് ഗൈസ് അല്ലെങ്കിൽ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ലാത്ത വില്ലന്മാരുണ്ട്. ഈ ഒരു ബ്രാൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഇപ്പം നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റോൾസ് കുറച്ചൊക്കെ അങ്ങനെയാണ്. ആ ഒരു ജേണി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി ഇത് മാത്രം ചെയ്യുന്നല്ല, പക്ഷേ ഇപ്പോൾ ഈ പോകുന്ന രീതിയിൽ പോട്ടെ എന്നാണ് എൻ്റെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഫണ്ണുണ്ട് അതിൽ. നമ്മുടെ ഉള്ളിലുള്ള മറ്റേ പുറത്തിറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചിത്രത്തിൽ കാണാനുണ്ട്. സിനിമയിൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ സിനിമയുടെ ഗ്രാഫ് തന്നെ മാറ്റുന്ന ഒരു മ്യൂസിക് കൊണ്ട് മാറ്റാറുണ്ട്. ഇപ്പോൾ കോമണിൽ കേട്ടിരുന്ന കാര്യം നമ്മുടെ വേൽമുരുക പോലത്തെ പാട്ടുകൾ ഇപ്പോൾ ആളുകൾക്ക് എവിടെ കേട്ടാലും തുള്ളാനും അറിയാൻ പറ്റുന്ന അങ്ങനത്തെ പാട്ടുകൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ശ്രീകുമാരേട്ടൻ കഴിഞ്ഞു പറയായിരുന്നു തുടരും സിനിമയിൽ അതുപോലത്തെ ഒരു വലിയൊരു പാട്ട് വരുന്നുണ്ട്. ജെക്സന്റെ ഒരു മാസ്മരിക്കാൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്. അത് കാരണം ഞാൻ പറഞ്ഞ അത് വലിയ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ വരും അതിന്റെ. പക്ഷെ അതിലും ഞാൻ ഇവരോട് ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട്. കാരണം ഞാൻ തുടരും ആക്ച്വലി Jan 30th റിലീസ് ചെയ്യാനുള്ള സിനിമയാണ്. അപ്പൊ അതിന്റെ വർക്കിന്റെ ഇടയ്ക്കായിരുന്നു നമ്മൾ ഓഫീസർ വന്നത്. അപ്പൊ ഇത് മാറിയത് കൊണ്ട് എനിക്ക് ഓഫീസിൽ ഇരിക്കാൻ പറ്റി.
ആൻഡ് പക്ഷെ തുടരും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൻ പരിപാടിയായിട്ട് തന്നെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഓഫീസർ തകർത്തു, അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ്. മഹേഷ് നാരായണന്റെ പ്രൊഡക്റ്റാണ്. മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ ഫഹദ് ഫാസിലി, എന്താണ് തകർക്കാനുള്ളത് അതിൽ പറയാനുള്ളത്? അവരുടെ ആക്ഷൻസ് ഒക്കെ അതിൽ കാണാൻ പറ്റും. ഞാനൊരു 3 ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലൻറ്റുകൾ സിനിമയുടെ മുന്നിലും പുറകിലും ഉണ്ട്, അല്ലെങ്കിൽ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു സിനിമയെ ഒരു ഹൈയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ടെക്നീഷ്യനാണെന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സിനിമയിൽ കാണാൻ സാധിക്കും. ഓഫ്കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ബാക്ക് ഡ്രോപ്പിലാണ് അത് പറഞ്ഞു പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സിന്. പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യം അടിവരയിട്ട് പറയുന്നത്. ഈ കണ്ടുവരുന്ന പടങ്ങളൊക്കെ ഫുൾ ആക്ഷൻസ് ആണ്. ഇനി വരാനുള്ള പടങ്ങളും ചാക്കോച്ചന്റെ ആക്ഷൻ ആണോ? ഞാനിപ്പോൾ ചെയ്യുന്നത് രതീഷ് പൊതുവാളുടെ എന്നത്തെ കേസുകളിന് ശേഷം ഒരു ഫുൾ ലെങ്ത് ഒരു സിനിമ ഞങ്ങൾ ചെയ്യുകയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര്. അതിൽ കുറച്ചുകൂടെ ഒരു ഫണ്ണും സെറ്റയറും അത്യാവശ്യം ഒരു പൊടിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും. അതിൽ ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഡയറക്ട് ചെയ്ത് ചിദംബരം അഭിനയിക്കുന്നുണ്ട്.